കാർഡിയോളജിയിൽ യൂഷ്വലി എട്രിയൽ ഫ്ലട്ടർ ഫിബ്രിലേഷൻ എല്ലാവർക്കും മാറിപ്പോകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് അല്ലേ. സാധാരണ നമുക്ക് എക്സാമൊക്കെ ചോദിക്കാറുണ്ട്, അവിടെ സാധാരണ കുട്ടികൾക്ക് തെറ്റിപ്പോകാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇൻ കേസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ പിന്നീട് കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എട്രിയൽ ഫ്ലട്ടർ ഫിബ്രിലേഷൻ. ഇത് രണ്ടും ബേസിക്കലി ഒരു സുപ്രാ വെൻട്രിക്കുലർ ടക്കികാർഡിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് വെൻട്രിക്കിൾസിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാകുന്ന ടക്കികാർഡിയാസ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എട്രിയൽ ഫ്ലട്ടർ, അതുകൂടാതെ എട്രിയൽ ഫിബ്രിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ എട്രിയൽ ഫ്ലട്ടർ എന്താണെന്ന് നോക്കാം. അത് ഒരു ടൈപ്പ് ഓഫ് റീ എൻട്രൻസ് സർക്യൂട്ട് ആണ് അവിടെ ഫോം ചെയ്യുക. അതായത് ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ തന്നെ അത് വന്ന് നിൽക്കുന്നു. അതിനാണ് നമ്മൾ റീ എൻട്രൻറ്റ് സർക്യൂട്ട് എന്ന് പറയുക. സോ ഇത് യൂഷ്വലി ഈ പറഞ്ഞ എട്രിയൽ ഫ്ലട്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂഷ്വലി അവിടെ എട്രിയൽ റേറ്റ് ഒരു 250 to 350 വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ECG അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. സോ ടൂത്ത് അപ്പിയറൻസ് അല്ലെങ്കിൽ പിക്കറ്റ് ഫെൻസ് വേവ്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു ടൈപ്പ് അല്ലെങ്കിൽ സോ ടൂത്ത് വേവ്സ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. അതുകൂടാതെ യൂഷ്വലി റിതം റെഗുലർ ആയിട്ടായിരിക്കും വരിക. ഇനി നമുക്ക് എട്രിയൽ ഫിബ്രിലേഷൻ എന്താണെന്ന് നോക്കാം. സോ എട്രിയൽ ഫിബ്രിലേഷനിൽ യൂഷ്വലി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കവോട്ടിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും നമ്മുടെ ഹാർട്ടിൽ നടക്കുക. എട്രിയൽ റേറ്റ് ഒരു 350 to 600 ഒക്കെ ആയിരിക്കും വരിക. ECGയിൽ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചേക്കണേ, ECGയിൽ നമുക്ക് P വേവ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയില്ല എട്രിയൽ ഫിബ്രിലേഷനിൽ. പിന്നെ ഈ എട്രിയൽ ഫ്ലട്ടർ ഫിബ്രിലേഷൻ ഇത് രണ്ടിനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ എട്രിയയിൽ വരുന്ന ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അത് കാരണം തന്നെ അവിടെ ഈ പറഞ്ഞ സ്ട്രോക്ക് പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നഴ്സിംഗ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സ്ട്രോക്കിൻ്റെ സൈൻസ്, അതായത് നമ്മൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവില്ലേ, അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫേസ്, ആം, സ്പീച്ച് ടൈപ്പ് കേട്ടോ, ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുക. പിന്നെ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി റേറ്റ് കൺട്രോളിന് വേണ്ടി നമുക്ക് ബീറ്റാ ബ്ലോക്കേഴ്സ് അല്ലേ, മെറ്റോപ്രലോൾ പോലുള്ള ബീറ്റാ ബ്ലോക്കേഴ്സ്, പിന്നെ ഡെൽറ്റിയാസം പോലുള്ള കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമുക്ക് കൊടുക്കാം. അതുകൂടാതെ ആൻറ്റി കൊയാഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് എന്ന് പറയുന്നത് വാർഫാറിനാണ്. പിന്നെ എട്രിയൽ ഫ്ലട്ടർ യൂഷ്വലി നമുക്ക് കാർഡിയോ വേർഷൻ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ നമുക്ക് ചെയ്യാം. അതുകൂടാതെ എട്രിയൽ ഫിബ്രിലേഷൻ ആണെങ്കിൽ നമുക്ക് സിൻക്രണൈസ്ഡ് കാർഡിയോ വേർഷൻ അല്ലെങ്കിൽ മെയ്സ് പ്രൊസീജിയർ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക, സോ ദാറ്റ് നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. എല്ലാവർക്കും